ഇതിൻ്റെ താഴത്തെ നിലയിൽ ഈ ഇവർക്ക് താമസിക്കാൻ, ഈ വീട്ടിലുള്ളവർക്ക് താമസിക്കാനും മറ്റേ മുകൾ നില ടൂറിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന പോലെ 2 നിലയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം ഈ വയനാടിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നൊരു ഏരിയയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശം അവിടുത്തെ ഒരു വയനാടിൻ്റെ മൂന്നാർ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം ആ ഒരു സാധ്യത നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പദ്ധതി അനുസരിച്ച് ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാം, ഒരു ടൂറിസം കൊടുക്ക വരുമാനം കിട്ടും, പ്ലസ് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. സർക്കാർ മുടക്കത്തിന് ഭൂമി ഏറ്റെടുത്താൽ മതി. ഇവർ ചെയ്യാനും പോകുന്നില്ല, വേറെ ആരെ കൊണ്ടും ചെയ്യുകയില്ല. ഈ ദുരിതം അനുഭവിക്കുന്നവൻ എന്നും ഈ ദുരിതം അനുഭവിച്ച് മടുത്ത് അവർ സ്വയം എവിടെയെങ്കിലും പോകും. കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കേരളത്തിൽ മാത്രമാണ് കേരളത്തിലുള്ളൂ. കേരളത്തിൽ മാത്രമാണ് നിന്ന് പോയത്. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഒഡീഷയിലും നടക്കുന്നു. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുമനസ്സുകൾ ധാരാളം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അനേകം പേരാണ് വീട് നിർമ്മിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നത്. പലതരത്തിലുള്ള വീടുകൾ, ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സംഘടനകൾ. സർക്കാരാവട്ടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടിങ്ങിന് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. 1 രൂപയും ആരും മുടക്കണ്ട, സർക്കാർ ഭൂമി എടുത്ത് തന്നാൽ മതി, സൗജന്യമായി എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാം, ഒപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ഒരു കൃത്യമായ വരുമാന മാർഗവും പറഞ്ഞു കൊടുക്കാം, ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു HRDS എന്ന പ്രസ്ഥാനം രംഗത്ത് വരുന്നു. സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുന്നു, സർക്കാർ അതിനോട് മുഖം തിരിയുന്നു. എങ്ങനെയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം? എങ്ങനെയാണ് തൊഴിൽ ഉറപ്പാക്കുന്നത് അല്ലെങ്കിൽ വരുമാനം ഉറപ്പാക്കുന്നത്? HRDSന്റെ സെക്രട്ടറിയായ സ്ഥാപകനായ അജി കൃഷ്ണൻ മറുനാടനോട് വ്യക്തമാക്കുന്നു. നമസ്കാരം. ഞാൻ ഈ നമ്മുടെ സുഹൃത്ത് സുമേഷിന്റെ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് വായിച്ചു തന്നിരുന്നത് അന്ന് ആദ്യത്തെ. അപ്പം വലിയ സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വൈറലായി. കാരണം ഞാനൊരു സാധനം വൈറലാണെന്ന് തിരിച്ചറിയുന്നത് അതിന്റെ കൗണ്ട് കണ്ടിട്ടല്ല. ഇപ്പം മറുനാടൻ്റെ ഒരു വീഡിയോ ഒരു 15 ലക്ഷം പേര് കണ്ടാലും അത് വൈറലാവണം നിർബന്ധമില്ല. വൈറലാവുന്നത് അതിന്റെ വാട്സാപ്പ് ക്ലിപ്പ് പ്രചരിക്കുമ്പോഴാണ്. എത്ര പേര് നമുക്കത് അയച്ചു തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടയാളം. എനിക്ക് തന്നെ ഒരു 100 പേര് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങേക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും, അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും ഒരിക്കൽ കൂടി പോയി ഇതെന്താണ് എന്ന് പരിശോധിച്ച് അന്വേഷിച്ചത്. എനിക്ക് കുറേ സംശയങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അങ്ങയുടെ പദ്ധതി എന്താണ്? എങ്ങനെയാണ് വയനാട്ടിൽ ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതി? എങ്ങനെയാണ് സൗജന്യങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത്? എന്താണ് ആദ്യം നമുക്ക് സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് അതിനുള്ള കാശുണ്ടോ, സാമ്പത്തിക ശേഷിയുണ്ടോ, ഇത് ചെയ്തു കൊടുത്തുള്ള പരിചയമുണ്ടോ? ഈ 2 കാര്യങ്ങൾ അറിയേണ്ടത്. ഇത് നമ്മൾ ഈ ദുരന്തം ഉണ്ടായപ്പോൾ, ഇപ്പം കേരളത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഞെട്ടിപ്പോയൊരു സംഭവം ഇതാണ്. ഇന്ന് എനിക്ക് അടുത്ത സമയത്ത് വലിയ ഞെട്ടലോടെയാണ് ഈ വാർത്ത, കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ, ലോകത്ത് ആകമാനം ഇതൊരു വലിയ ഞെട്ടലുണ്ടായ ആൾക്ക്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ HRDS എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ, ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അനൗൺസ്മെൻറ്റ് വരുന്നു, ഉടൻ പണം പിരിക്കാനുള്ള സംവിധാനമായിട്ട് ഇവരെല്ലാവരും വരുന്നുണ്ട്, ആളുകളൊക്കെ ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദിവാസികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്? നമ്മൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അട്ടപ്പാടിയിൽ, വയനാട്ടിൽ തന്നെ വീട് നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്. സുഗന്ധഗിരി എന്ന് പറയുന്ന ഏരിയയിൽ വീട് പണിത് കൊടുത്തിട്ടുണ്ട്. വയനാട്ടിൽ നമ്മൾ അന്ന് ഒരു 80 വീടിൻ്റെ പ്രോഗ്രാം കൊണ്ടുവന്നപ്പോൾ ആ ഫ്ലഡിൻ്റെ സമയമായിരുന്നു. അത് കുറേ നഷ്ടമുണ്ടായി നമുക്ക്. 2018 നമ്മൾ 2017 അവിടെ ഇത് തുടങ്ങുന്നത്. സുഗന്ധഗിരിയിൽ അവിടെ ആദ്യഘട്ടം നമ്മളൊരു 4 വീട് പൂർത്തിയാക്കി കൈമാറ്റം ചെയ്തു. അതിനുശേഷമാണ് സുഗന്ധഗിരിയുടെ ഒരു കുറച്ച് മുകൾ ഭാഗം, കുറച്ച് ചെരിവ് ഉള്ള സ്ഥലമാണ്. അവിടെ ഇതിൻ്റെ 80 തറ കെട്ടിയപ്പോഴേക്കും ആണ് ഈ ഫ്ലഡ് വരുന്നത്. എന്നാൽ അവിടെ കുറച്ച് ഡാമേജ് ഉണ്ടായി. നമ്മൾ കൊണ്ടിരുന്ന മെറ്റീരിയൽ ഒരുപാട് നഷ്ടം വന്നു. ഒരു 3.5 കോടി രൂപയുടെ നഷ്ടം നമുക്ക് അന്ന് ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ ഗവൺമെൻറ് അന്ന് പറഞ്ഞു ഈ നഷ്ടങ്ങളെല്ലാം പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും 1 രൂപ പോലും ഞങ്ങൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല. ഈ ഇത്തരം പ്രളയത്തിൻ്റെ ആ സമയത്ത് നഷ്ടമുണ്ടായി ആർക്കും 1 പൈസയൊന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്, നടന്നിട്ടില്ല. കാരണം അവിടെ നമുക്കൊരു ഇപ്പോൾ ഓൾറെഡി 80 തറ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചെയ്യാന്നുള്ളൂ. അവിടെ അത് സുഗന്ധഗിരിയിലാണ്. അത് പക്ഷേ ഇവരുടെ ഒരു മെല്ലപ്പോക്ക് നയവും
പിന്നെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇവർ ചെയ്യുന്നൊരു പണി, കുറേ കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നു, അവസാനം ഒന്നും നടക്കാതെ പോകുന്നു. അവസാനം ആളുകളൊക്കെ തന്നെ എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അത് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നൊരു സംഭവമാണ് അങ്ങനെ. ഈ ഒരു ടെക്നിക്കാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോഴും ഞങ്ങൾ പിന്നെ ഒരു ചോദ്യം ചെയ്യും, നിങ്ങൾ ഈ പുതിയൊരു പ്രോജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രോജക്റ്റ് പൂർത്തിയാക്കുക എന്നുള്ളതല്ലേ? അല്ല, അതിനകത്ത് കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇവർ കേരളത്തിൽ നമ്മളോട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീ ഫാബ് ഒരു സിസ്റ്റമാണ്, ഫ്രീ ഫാബ് സിസ്റ്റമാണ്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നിരോധന ഉത്തരവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അട്ടപ്പാടി നമ്മൾ വീടുകൾ പണിത് കൊടുത്തിരുന്നല്ലോ. അതിലേക്ക് വരാം. അല്ല, ഈ പ്രീഫാബിന് എന്ത് പ്രശ്നം പറയുന്നത്? പ്രീഫാബിന് യാതൊരു പ്രശ്നമില്ല. അത് ലോകം ഇവർ പറയുന്നത് അതിന് വേണ്ടത്ര സുരക്ഷയില്ല എന്നൊക്കെയാണ് ഇവർ കണ്ടെത്തിയേക്കുന്ന ഒരു കാരണങ്ങൾ. പ്രീഫാബ് എന്താണ്? ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഫൈബർ സിമെന്റ് എന്ന് പറയുന്നൊരു പുതിയതെന്ന് പറയത്തില്ല, അതൊരു 10-50 വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യമാണ്. ആസ്ബസ്റ്റോസ് ഇതിനകത്തില്ല. ഫൈബർ സിമെന്റ് മിശ്രിതമാണ്. അത് ഒരു പ്രത്യേക അനുപാതത്തിൽ ഹീറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു സംവിധാനമാണത്. അതിന് നനവേൽക്കുകയില്ല, തീ പിടിക്കുകയില്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുള്ള സാധനമല്ല. ഇവർ എതിർക്കുന്നത് HRDS ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് തന്നെയാണല്ലോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ HRDSന്റെ ഈ പദ്ധതിയാണ് ഇവർ എതിർക്കുന്നത്. അത് HRDS ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളൊരു RSS അനുകൂല നിലപാടെടുക്കുന്ന സംഘടനയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവരെ എതിർക്കാൻ നോക്കുന്നത്. അല്ല, അപ്പോൾ നിങ്ങൾ പിന്നെ അടുത്ത അട്ടപ്പാടിയിലെ പ്രോജക്റ്റ് എത്ര പ്രോജക്റ്റ് ആയിരുന്നു? അട്ടപ്പാടിയിൽ നമ്മൾ 1000 വീടാണ് പണിയേണ്ടിയിരുന്നത്. അവിടെ 192 വീട് പണിതപ്പോഴത്തേക്കും ഇവർ പ്രശ്നങ്ങളുണ്ടാക്കി അത് സ്റ്റോപ്പ് മെമ്മോ വന്നു. കളക്ടർ ഈ 1000 വീട് നിങ്ങൾ പണിയാൻ എങ്ങനെ തിരഞ്ഞെടുത്ത്? എങ്ങനെയാ? അവിടെ ബെനിഫിഷ്യറി ആപ്ലിക്കേഷൻ വന്നു. നമ്മൾ അവരുടെ തന്നെ 3 സെൻറ്റെങ്കിലും സ്ഥലമുള്ള ആളുകൾക്കാണ് നമ്മൾ പണിത് കൊടുക്കാനുള്ളൊരു കാര്യം മുമ്പോട്ട് കൊണ്ടുവന്നത്. അതായത് 3 സെന്റെങ്കിലും സ്ഥലമുള്ള ഒരാൾ നിങ്ങൾക്ക് അപേക്ഷ അവിടെ വീട് പണിത് കൊടുക്കും. ആദിവാസികൾക്കാണ് നമ്മൾ ആ പദ്ധതി. ആദിവാസികൾക്കാണ്. അങ്ങനെ നിങ്ങൾ അവരപ്പോൾ എവിടെ നിലവിൽ താമസിക്കുന്നത്? നിലവിൽ വീടുകൾ ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ഫാമിലിയൊക്കെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നവരുണ്ട്. പിന്നെ തീരെ ഒന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അവിടെ അട്ടപ്പാടിയുടെയൊക്കെ ഒരു സ്ഥിതി എന്ന് നമ്മൾ പറയുന്നത് അട്ടപ്പാടിയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ. അതിദയനീയ സാഹചര്യത്തിലാണ് ആദിവാസികൾ ജീവിക്കുന്നത്. ഈ സർക്കാർ ഇത്ര ഫണ്ട് കൊടുത്തിട്ടും സർക്കാർ അനിതര സാധാരണമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തി വെക്കുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ട് ഇതൊന്നും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അവർക്ക്. അല്ല, അങ്ങനെ നിങ്ങൾ ഈ 1000 വീട് ഐഡന്റിഫൈ ചെയ്തിരുന്നു? അല്ല, അവിടെ 2500 വീടുകൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തതാണ്. 2500 വീട്. അതെ. അതിൽ 1000 പണിയാൻ പ്ലാൻ ഇട്ടു. 1000 പണിയാനുള്ള ഫണ്ടിന്റെ അറേഞ്ച്മെന്റ്സ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫണ്ട് അത് ചെയ്തു. എന്നിട്ട് നിങ്ങൾ എത്ര വീട് പണിതു? 192 വീടായി. അപ്പോഴേക്കും ഇവര് സ്റ്റോപ്പ് മെമ്മോ തന്നു. ഇവര് കണ്ടെത്തിയ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഉണ്ടാക്കിയ വീടുകൾ ആന കുത്തിയാൽ പോകും എന്നൊക്കെ പറഞ്ഞ് വളരെ ബാലിശമായ ചില കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെതിരെ ഇവർ മുമ്പോട്ട് വരുന്നത്. ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത് CPM എപ്പോഴും സർക്കാർ കാശ് തരുന്നുണ്ടോ? ഇല്ല, ഒരു രൂപ സർക്കാരിന് മുടക്കില്ല. നിലവിൽ ടാർപോളിന് ആന കുത്തിയൊന്നും പറ്റത്തില്ല. അതാണല്ലോ അത്ഭുതം. അവിടെ ഗുരുതരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ചെറിയ ചുമ്മാ ഓലയം ചാരി വെച്ച് അങ്ങനെ കിടക്കുന്ന ആളുകൾ, അവരെ ഒന്നും ആന കുത്തുന്നില്ല. അപ്പോൾ ഇവരിത് കണ്ടെത്തുന്ന കാര്യം ആന കുത്തിയാൽ ഇത് പോകും. പിന്നെ ആദിവാസികളുടെ ജീവിത രീതിക്ക് ഇണങ്ങുന്നതല്ല. എങ്ങനെയാണ് ആദിവാസികളുടെ ജീവിത രീതിക്ക് ഇണങ്ങുന്ന വീടുകൾ ഇവർ കണ്ടുപിടിച്ചേക്കുന്നത്? എന്താണ് ആദിവാസികളുടെ ജീവിത രീതി ഇണങ്ങുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത് സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ ആദിവാസികളെ മനുഷ്യരായിട്ട് കാണുന്നില്ല. ഇവർ ആദിവാസി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേറൊരു പ്രത്യേക ഒരു 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 ജീവികളായിട്ടാണ് കാണുന്നത് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ വളർത്തു മൃഗങ്ങളൊന്നും അല്ല ആദിവാസികൾ. അവർക്ക് ഇവിടെ എല്ലാ റൈറ്റും ഉള്ളവരാണ്. ആദിവാസികൾക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വരണമെങ്കിൽ അവന് സ്ഥലം സ്വന്തമായിട്ടുള്ളവനാണ്. അത് വിൽക്കാൻ സമ്മതിക്കില്ല. അത് വിൽക്കണേ കളക്ടറുടെ അനുവാദം വേണം. അവൻ്റെ സ്വന്തം സ്ഥലം. ഇപ്പോൾ സാറിൻ്റെ സ്ഥലം സാറിന് വിൽക്കാൻ വരെ ആരെങ്കിലും തടയാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല. പക്ഷേ ആദിവാസിക്ക് പറ്റിയില്ല. ഇത്തരം അതിഗുരുതരമായ അതൊരു പക്ഷേ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. ഈ ആദിവാസിക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ അവന് പിന്നെ കള്ളും കൊണ്ടു കൊടുത്തിട്ട് ഷാജൻസ്കറിയായോ അജി കൃഷ്ണ പോയി മേടിച്ചെന്ന് വരത്തില്ലേ? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട് കാലത്ത്. അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുവന്ന ചില കാര്യങ്ങളാണിത്. പക്ഷേ കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പോൾ എല്ലാം ഇവര് ദുരുപയോഗപ്പെടുത്തുവാണ്. ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ അവൻ ആളുകൾക്ക് മേലെ കുതിര കയറാനുള്ളതും അടിച്ചമർത്താനുള്ള മാർഗങ്ങളായിട്ട് ഇതിനെല്ലാം കാണുകയാണ്. ഓക്കെ, ഞാൻ അത് അംഗീകരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അതവിടെ നിൽക്കട്ടെ.
എൻ്റെ ചോദ്യം, ഈ വീട് നിർമ്മാണം നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ ഉം. അപ്പോൾ ഓരോരുത്തരുടെ പറമ്പിലല്ലേ നിങ്ങൾ പണിത് അതെ കൊടുത്തിരിക്കുന്നത്? അതെ അതെ. അതാ ആദിവാസിക്ക് അവിടെ താമസിക്കാൻ അനുവാദമില്ല. അല്ല അവിടെ താമസിക്കാമല്ലോ. അല്ല, ഇപ്പൊ കൊടുക്കുന്നില്ല. ആദിവാസികൾക്കെല്ലാം ഇത് വേണം. പക്ഷേ ഇപ്പൊ അല്ല, പ്രശ്നം സർക്കാർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണോ? സർക്കാർ ഇത്തരം വീടുകൾ HRDS നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നിർമ്മിച്ച വീടിന്റെ അവസ്ഥ എന്താണ്? നിർമ്മിച്ച വീടുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ഉണ്ട്. ഉണ്ട്. 292 വീട്ടിൽ ആളുണ്ട്. 192 ഇല്ല, ഒരു 10-30ഓളം വീടുകളിൽ ആളുകൾ താമസം ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ കറണ്ട് കിട്ടിയിട്ടില്ല, ഇവർ കറണ്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ HRDS തന്നെ ഇടപെട്ടാണ് ഇവർക്കുള്ള ഈ വീടുകൾക്ക് നമ്പർ വേണം, നമ്പർ ഉണ്ടായാലേ കറണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവരൊരുപാട് ഇത്തരം വിഷയങ്ങൾ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഈ ബാക്കിയുള്ളിടത്ത് താമസിക്കാൻ തുടങ്ങി, താമസിക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന അതെ, പ്രശ്നം, അതെ. കറണ്ടും എല്ലാം ആയി. ആയിട്ടുണ്ട്. ആദ്യം ഉടക്കായിരുന്നു. ആയിട്ടുണ്ട്. ആദ്യം ഒരു നമ്പർ ഇടാതെയാണ് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നോക്കിയത്. അപ്പോൾ പഞ്ചായത്തുകൾ, അവിടുത്തെ 3 പഞ്ചായത്താണ്, ഈ 3 പഞ്ചായത്തും LDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഈ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങളത് നമ്പർ ഇടിപ്പിച്ചത്? അതിനെ മറികടന്നത്, ഇതിനകത്ത് നിയമപരമായ ഒരു സംവിധാനം ഇല്ലല്ലോ. കാരണം ഒരു ഷെഡാണെങ്കിൽ പോലും അതിന് ടെമ്പററി നമ്പർ കൊടുക്കണമെന്നാണല്ലോ ഒരു നിയമം. ആ നിയമം മറികടന്നിട്ടാണ് ഇതിനെല്ലാം, ഇവർക്ക് നിയമമൊന്നും ഒരു മാറ്ററല്ല. ഇപ്പം CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു നിയമമില്ല, എല്ലാം തോന്നിയ ദിവസം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതിനെ പല ആളുകൾ ഇടപെട്ടും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതെല്ലാം അറിയാവുന്ന ആളുകളല്ലേ. ഇത് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ കീഴിൽ കിടക്കുന്നവന് ഗുരുതരമായ സാഹചര്യത്തിൽ താമസിക്കുന്നവനൊരു വീട് കിട്ടുമ്പോൾ നിങ്ങൾ നിരന്തരമായ ശ്രമം നടത്തി കിട്ടി, കോടതി റിപ്പോർട്ട് വന്നില്ല? കോടതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉത്തരവ് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ നമ്പർ കിട്ടാനൊന്നും പോകേണ്ടി വന്നില്ല. ഇപ്പോഴത്തെ 30 വീടിന് അങ്ങനെ പ്രശ്നമുണ്ട്. അല്ല, അത് പക്ഷേ ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതാണ്. ഞങ്ങൾ വീട് മാത്രമേ പണിത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് എടുക്കുന്നതും വെള്ളത്തിൻ്റെ പൈപ്പ് ഇടേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കേണ്ടി വരിക. ആദിവാസികളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ കയ്യിൽ 5 പൈസ ഇല്ല, അതാണ് ഫാക്ട്. പക്ഷേ സർക്കാർ ചെയ്ത് കൊടുക്കത്തില്ല. ചെയ്ത് കൊടുക്കേണ്ടതാണ്, ചെയ്യുന്നില്ല, അതാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികൾക്ക് വേണ്ടി കോടികൾ മുടക്കുന്നുണ്ട്. ഇപ്പോൾ 193 കോടിയോളം രൂപയാണ് അവിടെ 2017 ശേഷം മുടക്കിയിട്ടുള്ളത്. അട്ടപ്പാടിയിൽ ഈ ITDP വഴി മുടക്കിയിട്ടുള്ളത്. 2 പഞ്ചായത്തുകളിൽ എത്ര ആൾക്കാർ കാണും ഉദ്ദേശം? അവിടെ അല്ല, 3 പഞ്ചായത്ത്. 3 പഞ്ചായത്തിലായിട്ട് ഒരു 15,000-ഓളം ആദിവാസികളുണ്ട്. ആദിവാസികൾക്കിടെ മറ്റുള്ളവരും ഉണ്ടോ? ഉണ്ട്, മറ്റൊരുണ്ട്, മറ്റു ആളുകളും ഉണ്ട്. അവർക്ക് ഏതാണ്ട് പകുതിയോളം. അവർക്ക് നിയമ പ്രശ്നമൊന്നുമില്ല അവിടെ താമസിക്കാൻ? ഇല്ല, അതിനൊന്നും അവരുടെ പണ്ട് പോലുള്ള സ്ഥലമാണ്. അല്ല, ഇതൊക്കെ വളരെ വർഷങ്ങളായിട്ട് തന്നെ ഈ ആളുകളുടെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങളാണ്. തമിഴ് സെറ്റിൽമെന്റ് ഏരിയ, അങ്ങനെയൊക്കെയുള്ള തമിഴ് സെറ്റിലേഴ്സിന്റെ ആണ് കൂടുതൽ സ്ഥലങ്ങളും. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ വീട് വെച്ചിട്ട് ഈ ബാക്കി തന്നെ തുടങ്ങാത്ത 190 സ്റ്റോപ്പ് മെമ്മോ വന്നു. ഗവൺമെന്റിന്റെ സ്റ്റോപ്പ് മെമ്മോ വന്നു എന്ന് വെച്ചാൽ പണിത് കൊടുക്കാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? കോടതി പോയിരിക്കുകയാണ്. ഇതൊക്കെ എന്ന് തീരുമാനമാവും? ഒന്നും തീരുമാനമായില്ല. ഇങ്ങനെ മാറ്റി അവധികൾ വെച്ച് ഞാൻ വലിയൊരു കട നിയമവിരുദ്ധമായി പണിയുന്നതിനെതിരെ ഞാനൊരു വാർത്ത കൊടുത്തു. ഒരുപാട് നിയമലംഘനങ്ങൾ നടന്നു. എനിക്കെതിരെ ആ കടയുടമ കേസ് കൊടുത്തു. ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടി ആദ്യം അവർക്ക്. ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയിട്ട് എന്തിനാണ് ഇനി വാർത്ത കൊടുക്കുക? ഈ ഇഞ്ചക്ഷൻ ഓർഡറിന്റെ ഹിയറിങ് പൂർത്തിയായിട്ടില്ല ഇതുവരെ. ഇഞ്ചക്ഷൻ ഓർഡർ ഹിയറിങ് പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ കട ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. മനസ്സിലായോ? പക്ഷേ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിയമപരവും പ്രവർത്തിക്കെതിരെ ഞാൻ കൊടുത്തൊരു ഇഞ്ചക്ഷൻ ഓർഡർ ഹിയറിങ് പൂർത്തി. ഇതാണ് നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ബാക്കി പൂർത്തിയാക്കാൻ പറ്റും? ഇപ്പോൾ അട്ടപ്പാടിയിലെ കാര്യം ഇനിയിപ്പോൾ ഈ കോടതി വിധി വരുന്നവരെ കാത്തിരിക്കാനേ മാർഗമുള്ളൂ. അല്ലാതെ വേറെ പ്രോജക്റ്റുകൾ എവിടെയാണ്? പിന്നെ പിണറായി വിജയൻ പോകണം. അപ്പോൾ ഒരു മാക്സിമം ഒരു 1.5 വർഷം കൂടെ സഹിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നു. വിശ്വസിക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞ് അയാൾ തന്നെ വരാനാണ് സാധ്യത, അല്ലെങ്കിൽ അയാളുടെ മരുമകൻ വരാനാണ് സാധ്യത. മരുമകൻ ഭേദമാണെന്ന് തോന്നുന്നു ഇയാളെ കാട്ടി. കാരണം ആരാണ് ബദൽ വരാനുള്ളത്? BJPക്ക് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് അധികാരം പിടിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസ് ആണ് വരേണ്ടത്. കോൺഗ്രസിൽ ഇവർ എങ്ങനെ എനിക്ക് മുഖ്യമന്ത്രിയാകാമെന്ന് കരുതി മറ്റുള്ളവനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പരസ്പര ധാരണ ഇവരാരും തമ്മിൽ 5 പേരെങ്ങാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കെട്ടി BJPക്കാരെ വഴക്കുണ്ടാക്കിയും കോൺഗ്രസ്സുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയും BJPക്കാരെ മുക്കിയും ഒക്കെ ആയിട്ട് ഇവർ വീണ്ടും പിണറായിയെ മരുമകനെ എത്തിക്കുന്നു. അങ്ങേര് ജീവിച്ചിരുന്നാൽ, അങ്ങനെ ആയുസുണ്ടെങ്കിൽ വരാനാണ് സാധ്യത. എനിക്ക് വലിയ രാഷ്ട്രീയം അതുകൊണ്ട് ആ ഒരു ആശ്വാസമൊന്നും വേണ്ട.
എങ്കിൽ പോലും അത്ഭുതങ്ങൾ നടന്ന് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇതൊന്നും അല്ലാത്ത ഈ BJPയും കോൺഗ്രസും ഈ ഇവിടുത്തെ CPM അല്ലാത്ത ഒരു സംവിധാനം വന്നുകൂടുന്നുണ്ടോ? അതെന്ന് വെച്ചാൽ ഈ കേരളം മനുഷ്യര് മതാതീതമായി ചിന്തിക്കുന്ന നന്മയുള്ള മനുഷ്യരായിരുന്നു. ആ. ഇന്ന് മനുഷ്യന് ജാതിയും മതവുമാണ് എല്ലാവർക്കും ഉണ്ട്. ഏത് സത്യസന്ധ പറയുന്നവരും ഏത് നിഷ്പക്ഷ പറയുന്നവരും മതവും ജാതിയും കഠിനമാണ്. അപ്പം മത ഫോർമുല കൃത്യമായി വർക്കൗട്ട് ചെയ്താൽ എല്ലാം മറക്കും. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും UDF നേടിയിട്ട് 2021 നിയമസഭ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റാണ് LDF നേടിയത്. മത ഫോർമുല കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുന്നതും. ചില ആളുകൾക്ക് മോദി വിരുദ്ധ രാഷ്ട്രീയമാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയം. അവർക്ക് കൂടുതൽ വിശ്വാസം മോദി വിരുദ്ധ രാഷ്ട്രീയത്തിന് പിണറായിയാണ്. അവർക്ക് മറ്റൊന്നും വിഷയമല്ല. അഴിമതിയോ തട്ടിപ്പോ വെട്ടിപ്പോ കൊലപാതകം ഒന്നും വിഷയമല്ല. മോദി വിരുദ്ധ രാഷ്ട്രീയമാണ് അവർക്ക്. മോദി ഇപ്പം ഞാൻ എങ്ങനെയാണ് എന്നെ പേഴ്സണലി എന്നെ മുസ്ലിം വിരുദ്ധനായും വ്യാജ വാർത്തക്കാരനായും വർഗീയക്കാരനായാണ് എന്നെ പറയുന്നത്. നിങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ പിന്നെ പറ്റുക. നിങ്ങൾക്ക് RSS ബന്ധമുണ്ട്. ഒരു പരിധി വരെ RSS നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ മുസ്ലിം വിരുദ്ധ പറഞ്ഞിട്ടില്ലെങ്കിലും RSS ബന്ധമുള്ളത് കൊണ്ട് വേണമെങ്കിൽ മുസ്ലിം വിരുദ്ധ പറയാം, വ്യാഖ്യാനിക്കാം. എനിക്കെന്തോ ഉള്ളത്? ഞാൻ എവിടെയെങ്കിലും മുസ്ലിമിനെതിരെ പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എന്നെ മുസ്ലിം വിരുദ്ധനാക്കുന്നത്? മോദിയെ എതിർക്കാത്തത് കൊണ്ടാണ്. മോദിയെ എതിർക്കണം. മോദിയെ എതിർത്തില്ലെങ്കിൽ പിന്നെ നീ സംഖ്യയാണ്. അപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വിശ്വാസം പിണറായിയുടെ പരിപാടിയാണ്. അതുകൊണ്ട് ശുഭപ്രതീക്ഷയൊന്നും വേണ്ട. കാര്യമുണ്ട്, പ്രതീക്ഷിച്ചോളൂ, തെറ്റൊന്നുമില്ല. പക്ഷെ നിരാശയായിരിക്കും. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പം എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഇവിടുന്ന് HRDSനെ സർക്കാരിൻ്റെ സ്റ്റോപ്പ് മെമ്മ ഉണ്ട്, നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ടെക്നോളജി പ്രീഫാബാണ്. അവർ നിങ്ങളിപ്പോൾ എന്ത് പ്രോജക്റ്റാണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ കേരളത്തിലെ നമ്മളുടെ പ്രവർത്തനങ്ങൾ പൊതുവെ ഈ സ്വപ്ന സുരേഷിന് നമ്മൾ ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ വേട്ടയാടൽ ഗവൺമെൻറ് നമുക്കെതിരെ കൊണ്ടുവന്നു. എന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തു. ആദിവാസികളുടെ 5000 ഏക്കർ ഭൂമി നമ്മൾ തട്ടിയെടുത്തു എന്നാണ് ഇവർ ആരോപണം വെച്ചത്. അതെന്താ? വീട് വെച്ച സ്ഥലമായിരിക്കും. അല്ല, നമ്മൾ അട്ടപ്പാടിയിൽ വേറൊരു പദ്ധതി ഉണ്ട്. നമ്മുടെ 10-20,000 ഏക്കർ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്, ഒരു കൃഷിയും ചെയ്യാൻ കിടക്കുന്നുണ്ട്. ആദിവാസികളുടേതുകൊണ്ട് അല്ലാത്തവരുടേതുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യതയുടെ കുറവൊക്കെ ഉണ്ടൊക്കെ അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളവിടെ ഈ ഔഷധ കൃഷിയുടെ ഒരു പദ്ധതി കൊണ്ടിരുന്നു. അതിന് നമ്മൾ ഈ നമ്മുടെ ഈ ഡാബർ, ഹിമാലയ അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ, പതാഞ്ജലി, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ഈ മരുന്നിന് വേണ്ടുന്ന മെറ്റീരിയൽ കിട്ടുന്നില്ല. വലിയ വില കൊടുത്തത് വാങ്ങേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് വളരെ വില കൂടുതലുണ്ടാകുന്നുണ്ട്. വളരെ ഫലപ്രദമായ നമ്മുടെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ആയുർവേദത്തിന് വലിയ സാധ്യതയുണ്ട്. അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നത് ഇതിൻ്റെ ഈ ലഭ്യത കുറവുകൊണ്ടാണ്. അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 10-10,000 ഏക്കർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ കമ്പനികളുടെ CSR നമുക്ക് തരാമെന്ന് പറയുന്നു. അങ്ങനെ ഈ കർഷകർക്കോ ആർക്കും ഒരു ചിലവുമില്ലാതെ നടക്കാൻ പോകുന്നൊരു കാര്യം വരുന്നത്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ഇത് HRDS എന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക എന്നുള്ളൊരു ലൈനാണ് CPM കൊണ്ടുവരുന്നത്. അതിനെ അങ്ങനെ എതിർത്ത് തോപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഇവർ ഉദ്യോഗസ്ഥരാണല്ലോ ഇതിനെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ IAS ആരായാലും അവരെ കൈകാര്യം ചെയ്യണം. അവരെ അങ്ങോട്ട് അടിച്ചമർത്തി അടിമകളാക്കി മാറ്റിയിട്ട് ഈ CPMന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരെന്നൊരു ബോധം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഇവരെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. അപ്പോൾ അതിനെയൊന്നും ചെറുത്ത് നിൽക്കാൻ ശേഷിയുള്ള ആളുകളാരും ഇവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അതിനും സ്റ്റോപ്പ് മെമ്മോ വരുന്നു. എല്ലാത്തിനും ഇങ്ങനെ നിയമം ഒരു സൈഡിൽ വെച്ചുകൊണ്ടുള്ളൊരു കളി കളിക്കുന്നത്. നിയമം ആദിവാസികളുടെ പേരുള്ള ഭൂമിയാണോ? ആദിവാസികളുടെ ഭൂമി ഉണ്ടായിരുന്നു, അതല്ലാത്തവരുടേതുണ്ട്. അല്ല, നമുക്ക് ആദിവാസികൾക്ക് തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ സഹായിക്കുന്നുള്ളല്ലോ. ആദിവാസികൾക്ക് അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി HRDS സഹായം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല, HRDS ലാഭം അവർക്കാണോ? ലാഭം അവർക്കാണ് കൊടുക്കുന്നത്, അല്ല. HRDS വെറുതെ സഹായിക്കുന്നു. ഈ കൃഷി ആദിവാസികളെ സംബന്ധിച്ച് ഇതൊന്നും അവർക്ക് പ്രായോഗികമല്ല. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യണമല്ലോ. ആ കോർഡിനേഷൻ മാത്രമാണ് HRDS ചെയ്യാമെന്ന് പറഞ്ഞത്. ഒന്നുമില്ല, അതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആദിവാസികളെ കൊണ്ട് ഒരു ആദിവാസിയെ കൊണ്ടാണ് പരാതി കൊടുപ്പിച്ചത്. അത് എനിക്കെതിരെ ഞാൻ അവിടെ അയാളുടെ ഭൂമി അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ ഭൂമി സത്യത്തിലേക്ക് ഭൂമിയില്ല.
ഇത് ഞാൻ ഇങ്ങനെ ആദിവാസിയുടെ ഭൂമി തട്ടിയെടുക്കുന്നു, ഇവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവരെ ആദിവാസി മറ്റേ ഈ ആക്ട് ഉണ്ടല്ലോ, മറ്റേ ഹരാസ്മെൻറ്റ് ആക്ട്, ആ ആക്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതിനകത്തൊക്കെ. ആ ആക്ട് ഉപയോഗിച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് മജിസ്ട്രേറ്റിന് കാര്യം മനസ്സിലായിട്ട് അന്ന് തന്നെ വിട്ടു. അല്ലെങ്കിൽ നമ്മളെ അന്ന് അടിച്ചു എന്നും പറഞ്ഞല്ലേ? അടിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ മാത്രമല്ല, ഞാൻ, നമ്മുടെ സ്വാമിജി, വേണുജി, ഇവർക്കൊക്കെ 10-70 ദിവസമുള്ളവരാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഈ ആദിവാസികളെ മർദ്ദിച്ച് അടിച്ച് കൊല്ലാറാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കേസ് എടുക്കുന്നത്. നിങ്ങളുടെ കേസിൽ അവിടെ ചെന്നപ്പോൾ നിങ്ങൾ ആ സ്ഥലത്തില്ലെന്ന് ഞാനൊന്നും ഇല്ലായിരുന്നു. അന്ന് മാത്രമല്ല, ഞങ്ങൾ ആരും ഇല്ല. കാരണം അവിടെ ആ ഡേറ്റിൽ അങ്ങോട്ട് കടക്കാൻ മേലാത്തൊരു സാഹചര്യം, ഈ കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ കള്ളക്കേസ് വെച്ചപ്പോൾ ഒരു ഡേറ്റ് മറന്നുപോയി, തെറ്റിപ്പോയി. അതെല്ലാം മറന്നുപോയി. അതെ, ദൈവത്തിന്റെ ഇടപെടൽ. അതെ. അല്ല, അതുകൊണ്ട് അതിനുശേഷം പിന്നെ പ്രോജക്റ്റ് പോയിട്ടില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം അതിനും സ്റ്റോപ്പ് മെമ്മോയാണ്. എല്ലാത്തിനും കളക്ടറെ ഉപയോഗിച്ച് ഒരു സ്റ്റോപ്പ് മെമ്മോ നമ്മുടെ ഓഫീസിലേക്ക് അയക്കുന്നു, നിങ്ങൾ നിർത്തി വെച്ചോ, ഇനി നടത്താൻ പാടില്ല. ഇവരൊക്കെ ഒന്നും നടത്താൻ ഇവർ ആലോചിക്കില്ല. എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മുടക്കാം, നടത്താതിരിക്കാം, അത് മാത്രമാണ് ഇവർ ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ വയനാട്ടിലെ കാര്യം തന്നെയാണല്ലോ. ഞങ്ങളൊരു ഒന്നാം തരം പദ്ധതിയാണ് വെച്ചത് ഗവൺമെൻറ്റിന് മുമ്പിൽ. അപ്പം ഞാൻ ചോദിക്കണേ, വയനാട്ടിലേക്ക് വെച്ചതിന് മുമ്പ് വേറെ എന്തൊക്കെയാ? അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ഇപ്പോൾ എല്ലാ സർക്കാരും മുടക്കി വെച്ച് നിങ്ങളൊരു പ്രോജക്റ്റ് നടക്കുന്നില്ല? അപ്പം നമ്മൾ ഒഡീഷ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഒഡീഷയിലുണ്ട്. ഒഡീഷയിൽ ഇതേ കാര്യം. അവിടെ നമ്മൾ ഒഡീഷയിൽ ഡങ്കനാൽ എന്ന് പറയുന്ന ജില്ലയിൽ നമ്മൾ 10,000 വീടിന് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000 വീട്. അവിടെ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 1000 വീട് പൂർത്തിയാവുന്നു. കഴിഞ്ഞ മാസം BJPയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ചുവാബോ ജി അവിടെ നമ്മുടെ പ്രോജക്റ്റ് സന്ദർശിക്കാൻ വന്നിരുന്നു. ഇപ്പോൾ അവിടെ BJPയാണ് ഭരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ബിജു ജനതാദളിൻ്റെ ആളുകൾ മാറി. അന്ന് അവിടെ ബിജു ജനതാദൾ അവരുടെ സമയത്താണ് നമ്മളവിടെ പോയി തുടങ്ങുന്നത്. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ആദിവാസികൾക്കാണോ? ആദിവാസികൾക്കാണ് അത്. ആ പദ്ധതി നടന്നു. പക്ഷെ നിങ്ങൾ ഇവിടെയാണ്, കേരളത്തിലാണല്ലോ, അവിടെ അല്ലല്ലോ. അല്ല, ഞാൻ കൂടുതൽ സമയം ഇപ്പം ഡൽഹിയിലും ഇവിടെ ആയിട്ടാണ് നിൽക്കേണ്ടി വരുന്നത്. ഒഡീഷയിലായി. അതെ. കേരളത്തിൽ പാലക്കാട് കുറവാണ്. പാലക്കാട് അങ്ങനെ എന്തെങ്കിലും ഈ ഹൈ റേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എങ്ങനെയാണ് ഈ പാലക്കാട് ആസ്ഥാനമായത്? അല്ല, നമ്മളന്ന് ഇത് ഒരു 30 വർഷം മുമ്പ് തുടങ്ങിയതല്ലേ. അന്ന് ഒരു മനോഹരമായ പേരൊന്നും ഇടാൻ പറ്റിയില്ല. അന്ന് അത് ഹൈ റേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് ഇട്ടു. അന്ന് നമ്മൾ കട്ടപ്പനയൊക്കെ, നമുക്ക് തോട്ടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മറ്റേ സിറീഖ് സാറ്, ഡോക്ടർ രഘുനാഥ്, അങ്ങനെയൊക്കെ ആ ഒരു ഭാഗത്തുള്ള ഉണ്ടായിരുന്നു. പാലക്കാട് മാറാൻ കാര്യം? പാലക്കാട്ടേക്ക് മാറിയത് ഈ അട്ടപ്പാടിക്കെതിരെ കാര്യങ്ങൾ നീക്കേണ്ടതായിട്ട് വന്നപ്പോഴും, പിന്നെ മാത്രമല്ല പാലക്കാട് ഈ കോയമ്പത്തൂരൊക്കെ നമ്മുടെ പ്രോജക്റ്റുകൾ അപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. അങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് മാറാൻ. കേരളത്തിൽ ഇപ്പോൾ പ്രോജക്റ്റുകൾ ഇല്ല. കേരളത്തിൽ ഇപ്പോൾ ഇത് നടത്തുന്നത് നമ്മുടെ കോളേജുകളൊക്കെ ഏതാണ്ടെന്ന് അവസാനിച്ചു. 2 സെൻ്ററായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അതൊന്ന് കണ്ണൂരും ഒന്ന് തൊടുപുഴയും. എന്ത് ട്രെയിനിങ് ആയിരുന്നു അത്? ഈ സ്കിൽ ട്രെയിനിങ്ങിൻ്റെ പദ്ധതിയായിരുന്നു. അതിപ്പോൾ ഇല്ല. അത് രണ്ടും ഓൾമോസ്റ്റ് അവസാനിച്ചു. ഇനിയിപ്പോൾ അത് ഇവർ പുതിയ ടാർഗറ്റ് ഗവൺമെൻറ്റാണ് തരേണ്ടത്. അപ്പോൾ അത് ഇവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ആണെങ്കിലും ഇവർ വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർ നമുക്ക് ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്തൊരു NGO എന്നുള്ള നിലയിൽ നമുക്ക് അവർ ഇനിയിപ്പോൾ തരാൻ പോകും. ഒഡീഷ കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയാണ്? പിന്നെ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നമുക്ക് കോയമ്പത്തൂർ കോളേജ് ഉണ്ട്, ഇതുപോലെ തന്നെ ട്രെയിനിങ് കോളേജ് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സ്വാമിജിയുടെ ആശ്രമം സേലത്താണ്. അപ്പോൾ സേലത്ത് നമ്മൾ ഈ ചെയർമാൻ പ്രസിഡന്റാണ്. സ്വാമിജി മലയാളിയാണോ? അല്ല, തമിഴ് ആണ് ബേസ്ഡ്. പക്ഷേ സ്വാമിജി അറിയാം. സ്വാമിജിയുടെ പേരെന്നാ? സ്വാമി ആത്മനമ്പി. ഏത് ഇതിൽ വരുന്ന, ഏത് വിഭാഗം, ഇങ്ങനെ വരുന്ന ഏത് ശ്രേണിയിൽപ്പെടുന്ന ആളാണ് സ്വാമിജി? നമ്മുടെ ഈ ഹിമാലയത്തിൽ നിന്നുള്ളൊരു ഗുരുവാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ പക്ഷേ സ്വാമിജിയുടെ ആശ്രമമൊക്കെ, പ്രധാന ആശ്രമമൊക്കെ ബ്രസീലിലാണ്. ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ഡിവോട്ടീസ് കുറവാണ്. കൂടുതലും അമേരിക്ക, ബ്രസീൽ അങ്ങനെയുള്ള മേഖലകളിലാണ് ഡിവോട്ടീസ്. സ്വാമിജി എന്ത് റോൾ അതിനകത്ത്? നിങ്ങളുടെ പ്രസിഡന്റ്? നമ്മുടെ ആധ്യാത്മിക രംഗം കൈകാര്യം ചെയ്യുന്ന സ്വാമിജി. നിങ്ങളെ സംബന്ധിച്ച് ഒഡീഷയിലും തമിഴ്നാട്ടിലും കേരളത്തിലും രാജസ്ഥാനിലുണ്ട്. രാജസ്ഥാനിൽ നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. രാജസ്ഥാനിൽ ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 400-ന് മേൽ വീടുകൾ ആയിട്ടുണ്ട്. അവിടെയും 1000 വീടാണ് ഇപ്പോൾ പണി. കോൺഗ്രസ്സുകാർ ഭരിച്ചപ്പോൾ ശല്യമില്ലായിരുന്നോ? ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതെല്ലാ സ്ഥലത്തും ആളുകൾക്ക് ആവശ്യമുള്ളതാണല്ലോ. കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ മാത്രമാണ് നിന്ന് പോയത്. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഒഡീഷയിൽ നടക്കുന്നുണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റിൽ നമ്മളിപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉടനെ പണിയേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു കനേഡിയൻ ഏജൻസിയുടെ ഫണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അല്ലല്ല, ഇതൊരു ഡെൽറ്റാലിറ്റ് എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ ഫണ്ടിങ് ഏജൻസി. പേരൊന്നും പറയണ്ട. ഞാൻ SNC ലാവിലാണോ ചോദിച്ചതേ ഉള്ളൂ. അല്ല, ലാവ്ലിൻ പോലെ ഒരു കമ്പനിയോട്
നമ്മൾ സമീപിക്കാവുന്ന തന്നെയാണ്. കാരണം അന്ന് ഒരു എത്ര വർഷം മുമ്പാണ് 350 കോടി രൂപയുടെ പിണറായി വിജയന് കൊടുത്ത സംവിധാനമാണല്ലോ. ചെറിയ കാര്യമല്ല. വയനാട് പദ്ധതി നിങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത്? വയനാട് നിങ്ങളുടെ സങ്കല്പം എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ വയനാട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് സാർ ഞാൻ പറഞ്ഞു തന്നത് ഇത് തന്നെയാണ്. നമ്മൾ ആ സമയത്ത് ഇങ്ങനൊരു പെട്ടെന്നുണ്ടായൊരു ഞെട്ടലിൽ നിന്ന് ആണ് നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ആലോചിച്ചത്. അപ്പോൾ നമ്മൾ സ്വാമിജിയായിട്ട് ആലോചിച്ചു, ഇങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ സ്വാമിജി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ നമുക്കിപ്പോൾ അവിടെ വീടുകൾ ഒരുപാട് പോയിട്ടുണ്ട്, എത്ര വീടെന്ന് കൃത്യമൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു ഓൾമോസ്റ്റ് 500 വീട് പോയിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് 500 വീട് നമുക്ക് പണിത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാമിജി ഉടനെ അവിടെ ബ്രസീലിലെ ആശ്രമത്തിൻ്റെ അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു അതിനുള്ള ഫണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു വീടിനൊരു 10 ലക്ഷം രൂപ എന്നുള്ള നിലയിലാണ് പ്ലാൻ ചെയ്തത്. മതിയോ? 10 ലക്ഷം മതിയോ? ഇപ്പം ഞങ്ങൾ ഇട്ടിരിക്കുന്ന പ്ലാൻ അനുസരിച്ചാണ് 10 ലക്ഷം രൂപ മതി. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ 10 ലക്ഷത്തിന്റെ എന്താണ് വീട് നിങ്ങളുടെ? ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇതൊരു ഒരേ സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് പോലെ. അതെ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ രൂപത്തിൽ വേണമെന്ന് തോന്നുന്നില്ല. ഇത് ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് 500 വീടൊക്കെ ഉള്ള ഒരുപാട് ഹൗസിംഗ് കോളനികളുണ്ട്. അപ്പോൾ അത്തരം ഒരു ഫ്ലാറ്റുകളുണ്ട്. അതെ, ഉണ്ട്. അത് കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ നമുക്ക് അത് ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നൊന്ന് മാറിയിട്ട് വേറൊരു പ്രത്യേക സ്ഥലത്ത് അത് അവിടുത്തെ വിദഗ്ധരുമായിട്ടും കൂടെ ആലോചിച്ചപ്പോൾ എൻവയോൺമെൻറ്റലിസ്റ്റുകൾ ഉണ്ടാകും, ഇത്തരം ആളുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഒരു നല്ല സ്ഥലം കണ്ടെത്തി. സ്ഥലം അവിടെ ധാരാളമുണ്ട്, ഒരു പ്രശ്നം സ്ഥലത്തിനില്ല. അപ്പോൾ അവിടെ നമുക്ക് ആ കൽപ്പറ്റയ്ക്ക് അടുത്ത് തന്നെ തൊട്ട് കൽപ്പറ്റയുടെ പുറകുവശത്തൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട്, ഒരു ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആണ് വലതുവശം ധാരാളം സ്ഥലമുണ്ട്, എസ്റ്റേറ്റുകൾ. അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതൊക്കെ അവിടെ സ്ഥലം തരാനും ഇവരൊക്കെ തയ്യാറാണ്. 500 വീട് ഒരുമിച്ച് വെക്കുക. എന്തേരം സ്ഥലം ഒരു വീടിന് അന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ട് ഒരു 10 സെൻറ്റ് സ്ഥലമെങ്കിലും, കാരണം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിൽക്കാനും ഒക്കെ ഉള്ള സ്പേസ് വേണമല്ലോ. 10 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം എന്ന് ആണ് കരുതുക. അപ്പം അത്രയും അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുകയും പിന്നെ ഇവർക്ക് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഇപ്പം ഒരു കൗൺസിലിംഗ് സെൻറ്റർ, പിന്നെ എന്തെങ്കിലും കളിസ്ഥലങ്ങൾ വേണേൽ അത് അത്തരം കാര്യങ്ങളൊക്കെ കൂടെ ക്രമീകരിക്കാൻ. അതെ, അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു 10-20 ഏക്കർ സ്ഥലം കൂടെ ഉണ്ടെങ്കിൽ ഇത് നല്ല വളരെ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു 500 ഏക്കർ കൂടെ കിട്ടിയാൽ നല്ലതാണ്. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഒരു 20 ഏക്കർ സ്ഥലം വരിക, വീട് പണിയുക, എല്ലാ സംവിധാനങ്ങളും ചെയ്യുക, അതെല്ലാം അവിടെ ചെയ്യാം. വേറൊരു സ്ഥലത്ത് നമുക്ക് ഓരോ വീട്ടുകാർക്കും ഒരേക്കർ സ്ഥലം വരും. കാരണം ഇത് നഷ്ടപ്പെട്ടവർക്ക് ചിലർക്ക് തീരെ സ്ഥലം ഇല്ലാത്തവരുടെ പോയിട്ടുണ്ട്, ചിലർക്ക് 5, 6, 8, 10 ഏക്കർ ഉള്ളവരുടെ പോയിട്ടുണ്ട്. അപ്പോൾ 1 ഏക്കർ വീതം അതിനുവേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ അതൊരു ഇസ്രായേൽ ടെക്നോളജി പോലുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ അഗ്രികൾച്ചറിലേക്ക് വന്നാൽ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ചിലവിനുള്ള ഫണ്ട് ആദ്യത്തെ ഒരു ഫണ്ട് മാത്രം കണ്ടെത്തിയാൽ മതിയല്ലോ. ബാക്കി പിന്നെ ഇതിൽ നിന്ന് ലാഭം സർക്കാർ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുന്നു, ബാക്കി ആളുകൾ കൃഷി ചെയ്യുന്നു. അതെ. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ടൂറിസവുമായി ബന്ധപ്പെടുത്തി എന്തോ അത് നമ്മൾ ഈ ഓരോ വീടിൻ്റെയും മുകൾ നില 2 നിലയായിട്ട് ഇത് പണിയാനാണ് പ്ലാൻ. 10 ലക്ഷം രൂപയ്ക്ക് 2 നില പണിയാൻ പറ്റും. അതായത് താഴത്തെ നില മാത്രം വാർത്താൽ മതിയല്ലോ, മറ്റേ മുകളിലത്തെ നമുക്ക് ഷീറ്റ് ഇടാൻ പറ്റും. അത് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനാണ് അതിനകത്തുണ്ടായത്. അത് വേണമെങ്കിൽ ചർച്ച ചെയ്താൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താവുന്നതുള്ളല്ലോ. 10 ലക്ഷം രൂപയ്ക്ക് 2 നില ഇച്ചിരി കടന്ന കയ്യാ. അത്രേ ഞാൻ പറയുന്ന ഒരു 20-25 ലക്ഷം രൂപയെങ്കിലും മുടക്കി വീട് പണിയണം. ഞാൻ പറയാം, ഈ തീരെ ചെറിയ വീട്ടിൽ കാരണം ഇവിടെ ഈ ആൾ താമസിച്ച മനുഷ്യരും ഒരു പകുതിയിലധികം പേരും ഭേദപ്പെട്ട വീട് താമസിച്ചവരായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ കുറച്ചൊരു പഴയ വീട്ടിലേക്ക് കൊണ്ടാക്കാതെ ഒരു 20-25 ലക്ഷം രൂപ മുടക്കുന്ന അഭിപ്രായം എനിക്കുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 50 കോടി രൂപയാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് വരാം, കിട്ടട്ടെ. ഈ 50 കോടി രൂപയ്ക്കൊപ്പം നിങ്ങൾ 30 ലക്ഷം രൂപ ബജറ്റ് ഇടുവാണെങ്കിൽ 150 കോടി രൂപ ആകത്തുള്ളൂ. ഈ ബാക്കി 100 കോടി 2 തരത്തിൽ കണ്ടെത്താം. ഒന്നാമത് ജനങ്ങളോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്കിപ്പം പണം തരാനായിട്ട് ആളുകൾക്ക് പണി ഉണ്ടാകത്തില്ല. ഞാൻ ഇപ്പം മറുനാടൻ പറയുകയാണ്, ഇതാ ഇവ 30 ലക്ഷം രൂപയുടെ വീട് പണിയാൻ 50 കോടി ഉണ്ട്, ഒരു 100 കോടി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ തരും. ഒന്ന്. ഇനി അതല്ല, നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സൗജന്യമായി വീട് പണിയാം എന്ന് പറഞ്ഞതുപോലെ തന്നെ സൗജന്യമായി വീട് പണിയാൻ ഒരുപാട് പേരുണ്ട്. എനിക്ക് 100 വീട് രാഹുൽ ഗാന്ധി പറഞ്ഞു, 100 സിദ്ധരാമയ്യ 100 വീട് പറഞ്ഞു. രണ്ടും ഒന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. 50 വീട് പലരും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഈ ഡിവൈഎഫ്ഐ പോലും പറഞ്ഞു, 25 വീട് പണിത് കൊടുക്കാന്ന് പറഞ്ഞു. ഡിവൈഎഫ്ഐ പറഞ്ഞു. കാരണം അവര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഇടാൻ അവർക്ക് വിശ്വാസമില്ല, അവർ ചെയ്യുന്നില്ല. ഒരു വീട് പണിത് കൊടുക്കാന്ന് പറയുന്നത്. അതാ പറഞ്ഞത്. നമ്മുടെ അഖിൽ മാരാർ 3 വീട് വെക്കാൻ
അപ്പം ശോഭ ഗ്രൂപ്പ് പലരും ശോഭ ഗ്രൂപ്പ് നന്നായി ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്. 20 വീട് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. 20. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പറയുന്ന ഓഫറുകൾ എല്ലാം നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ ഈ 10 ലക്ഷം എന്നുള്ളത് നിങ്ങളുടെ 50 കോടി നിങ്ങളുടെ പ്രോജക്റ്റ് വെക്കുന്നു, 10 ലക്ഷം എന്നുള്ളത് 30 ലക്ഷം ആക്കി ഇവർ ഈ പറഞ്ഞ ഓഫറെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് 30 ലക്ഷം ആക്കി നല്ല വീട് പണിത് കൊടുക്കുവാണെങ്കിൽ ഗുണകരമില്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. 30 ലക്ഷം രൂപയ്ക്ക് വളരെ മനോഹരമായ വീട് പണിയാൻ പറ്റും. അത് നമ്മൾ ഇപ്പോൾ ഈ ഞങ്ങൾ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് തന്നെ 700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1000 രൂപ മതി ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ്. 1000 രൂപ ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ നാട്ടിലൊന്നും അങ്ങനെ അല്ലല്ലോ. ഇത് വലിയ പ്രോഫിറ്റ് എടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങൾ വീട് പണിത് ഒരു പരിചയം ഉള്ളവരാണല്ലോ. നമ്മൾ ഇത്രയും വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആദിവാസികൾക്ക് വേണ്ടി പണിത് കൊടുക്കുന്ന വീട് 4,92,000 രൂപയുള്ളൂ. ഈ 4,92,000 രൂപയ്ക്ക് വളരെ മനോഹരമായ വീടാണ് പണി പൂർത്തിയാക്കി കൊടുക്കുന്നത്. ഈ സിമെൻറ്റും കട്ട ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഫൈബർ സിമെൻറ്റ് ബോർഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾ അത് പറഞ്ഞാൽ ആ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ തള്ളും. അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യം ഇവിടെ നമ്മളൊരു ട്രഡീഷണൽ ഇല്ല, സാധാരണ വീട് ട്രഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ 25-30 ലക്ഷം രൂപ വരെ മുടക്കി മറ്റുള്ളവരുടെ ഓഫർ കൂടെ എടുത്താൽ നിങ്ങൾ ലീഡർഷിപ്പ് എടുക്കുമെന്ന് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ അങ്ങേപ്പോലുള്ളവരുണ്ടല്ലോ, ഒന്ന് സഹായിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യമുള്ളൂ. നിങ്ങളതിന് സർക്കാരിന് പ്രപ്പോസൽ കൊടുത്തു. ഞങ്ങൾ 3-ാം തീയതി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രപ്പോസൽ കൊടുത്തു. അവിടുന്ന് അപ്പം തന്നെ അവരൊരു മറുപടി തന്നു. ഇത് കൊള്ളാം, നല്ല പ്രപ്പോസലാണ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ട് പിന്നീട്, അപ്പോൾ ഞങ്ങൾ അന്ന് ഡൽഹിയിലായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പത്രസമ്മേളനം നടത്തി. നാഷണൽ മീഡിയ അല്ലാതെ വലിയ വാർത്തയാക്കിയതാണ്. പക്ഷേ ഇവിടെ നമ്മളിത് കൊടുത്തതിന് ശേഷം ഇതുവരെ ഒരനക്കം ഉണ്ടായില്ല. പക്ഷെ ഇന്നലെ മുതൽ ദേശാഭിമാനി പത്രം നമുക്കെതിരെ വലിയ വാർത്തകൾ കൊണ്ടുവരികയാണ്. എന്താ പറയുന്നത്? HRDS വലിയ തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. CSR ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ CSR ഫണ്ടിനെ കുറിച്ച് ഇവരെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നത്. ഈ ദേശാഭിമാനിയിലൊരു പത്രം അതിൻ്റെ റിപ്പോർട്ടേഴ്സിനെ അത്രയ്ക്ക് വിവരമില്ലാത്തവരാണ് ഈ പത്രം ഇതിനകത്ത് വെക്കുന്നത്. ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത, ഇപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ ഈ CPM ഉണ്ടായിരുന്ന ഒരു ആളാണ്. അന്ന് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന മാഗസിൻ്റെ എഡിറ്ററായിരുന്നു ഞാൻ. SFയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ മുഖപത്രമാണ്. ആ സമയത്തൊക്കെ പോലും നമ്മൾ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരുന്നത് വളരെ സൂക്ഷ്മതയോടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊന്നും വേണ്ട. ഒരാളെ താറടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ഒരു ടാർഗറ്റ് ചെയ്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇവർ എന്ത് തോന്നിയ ദിവസം പറയാം. എനിക്കിതിന് 100 വാർത്തയിലും വന്നിട്ടുണ്ട്. പത്തനംതിട്ട എഡിഷനിലാണ് വരുന്നത്. അവരുടെ ധാരണ ഞാൻ പത്തനംതിട്ടയാണ്, കോട്ടയാന്ന് അവർക്കറിയത്തില്ല. അവർ പത്തനംതിട്ട എഡിഷനിലാണ് ഈ സാധനം വരുന്നത്. ഭാഗ്യത്തിന് അപ്പുറമേന്ന് കാണുന്നില്ല. പത്തനംതിട്ടയുള്ള കോട്ടയം എഡിഷൻ ഞങ്ങളുടെ വീട്ടിൽ വരും. അനിയൻ ദേശാഭിമാനി വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ദേശാഭിമാനി അപ്പം നോക്കത്തില്ല കേട്ടോ. അപ്പോൾ 5-6 കോളമൊക്കെയാണ് എനിക്കെതിരെ. ഈ വാർത്ത വായിച്ച എല്ലാവർക്കും ഞാൻ നിരന്തരം ജയിലിലാണ്, ഞാൻ അകത്താണ്, ഒരിക്കലും വെളിയിറങ്ങി. എന്നാ ഞാൻ ഇതാണ് ദേശാഭിമാനി. എന്നിട്ട് അവർ പറഞ്ഞ് എന്താ നിങ്ങളിന്ന് കാണിക്കുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ CSR ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ എന്താണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരേണ്ടി വരുന്നത്? ഇവിടെ 2004 സുനാമി ഉണ്ടാകുന്നത്. ഈ 2004 സുനാമി ഉണ്ടായ കാലം മുതൽ ഒട്ടനവധി പ്രശ്നങ്ങൾ കേരളം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നിലും ഒരു കൃത്യമായ പുനരധിവാസ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ ഗവൺമെൻറ് ആയാലും മറ്റേ UDFൻ്റെ കാലത്താണ് ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ സുനാമി വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു തോന്നുന്നു. ഉമ്മൻചാണ്ടിയോട് അമൃതാനന്ദമയി മഠം പറഞ്ഞതാണ് മുഴുവൻ വീടുകളും അവർ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞാണ്. വേണ്ട, ഞങ്ങൾ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒരു വീട് പണിത് കൊടുത്തു. അമ്മയ്ക്ക് മുഖോശ്രീ ആയിരുന്നുകൊണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു. മാത്രമല്ല ഈ തമിഴ്നാട്ടിൽ ഈ വീടുകളെല്ലാം ധാരാളം വീടുകൾ അമൃതാനന്ദമയി മഠം പണിത് കൊടുത്തു. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ അന്ന് ഡാമേജ് ഉണ്ടായത്. ഈ തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അന്ന് നമ്മുടെ കന്യാകുമാരി മുതൽ അങ്ങ് ആന്ധ്രയുടെ ആ സൈഡ് വരെയുള്ള തീരങ്ങളിൽ ഒരുപാട് NGOs, ധാരാളം NGOs ആണ് അവിടുന്ന് വീടുകൾ പണിത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ NGOs ഇപ്പോൾ വേൾഡ് വിഷൻ, അതുപോലെ ആക്ഷൻ എയ്ഡ്. കേരളത്തിൽ ആരും അടുപ്പിച്ചില്ല. കാരിത്താസ് എത്രയോ വീടുകൾ, ആയിരക്കണക്കിന് വീട് പണിത് കൊടുത്തു. ശ്രീലങ്കയിലുണ്ടായ മുഴുവൻ ഡാമേജ് അമൃതാനന്ദമയി മഠം മാത്രമാണ് തീർത്തു കൊടുത്തത്. ഏതാണ്ട് 20,000-ഓളം വീട് പണിത് കൊടുത്തു. അത്രയും വലിയ കാര്യം ചെയ്യാൻ ഇവിടെ ഫണ്ടുണ്ട്. ഇവർ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യാനും പോകുന്നില്ല, വേറെ ആരെ കൊണ്ടും ചെയ്യിക്കുകയില്ല. ഈ ദുരിതം അനുഭവിക്കുന്നവൻ എന്നും ഈ ദുരിതം അനുഭവിച്ച് മടുത്ത് അവർ സ്വയം എവിടെയെങ്കിലും പോകും. ഓഖി വന്നപ്പോൾ ഉണ്ടായ സംഭവം അങ്ങേക്കറിയാം എന്ന് വിചാരിക്കുന്നു. ഓഖിയിൽ അന്ന് ഡാമേജ് ഉണ്ടായ ആളുകളെ മുഴുവൻ അവിടെ ഒരു സിമെൻറ്റ്
ഗോഡൌണിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. അതെ അതെ ഇപ്പോഴും അവരവിടെ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട്. അപ്പോൾ ഈ സ്ഥിതിയാണുള്ളത്. മറ്റേ വേറൊരു നമ്മുടെ നിലമ്പൂരുണ്ടായ വിഷയത്തിൽ കവളപ്പാറ. അതെ വളപ്പുറ, അന്ന് അതിനകത്ത് ഉണ്ടായൊരു മാറ്റി ഇപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഇതുവരെ? പക്ഷെ PV അൻവർ പറഞ്ഞ ഭയങ്കര സംഭവം, അവരെല്ലാം സ്വർഗത്തിൽ ജീവിക്കാന്ന് പറയുന്നത്. PV അൻവറാണ് പദ്ധതി മുടക്കി കളഞ്ഞത്. ഇത് അന്ന് അവിടുത്തെ കളക്ടർ അട്ടപ്പാടി വന്ന് നമ്മൾ പണിത് കൊടുത്ത വീടുകൾ കണ്ടിട്ട് നമ്മളോട് ആ വീടുകൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് നമ്മളെല്ലാവരും അവിടെ, നമ്മുടെ എഞ്ചിനീയേഴ്സ് എല്ലാം അവിടെ പോയി കാര്യങ്ങളെല്ലാം തീരുമാനമായ സമയത്താണ് കളക്ടർ കണ്ടെത്തിയ ഭൂമി വേറെയായിരുന്നു. PV അൻവർ പറഞ്ഞാൽ മലയുടെ മുകളിൽ തന്നെ വേറൊരു സ്ഥലമുണ്ട്, അത് എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അത് കളക്ടർ പറഞ്ഞു അതെടുക്കാൻ പറ്റില്ല, കാരണം അത് ഈ മണ്ണിടിച്ചിലുണ്ടായ പോലെ തന്നെ വേറൊരു സ്ഥലമാണ്, അവിടെ അത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? മാത്രമല്ല അവിടെ എത്തിപ്പെടാൻ വഴികളില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് എന്തിനാണ് ഇവരെ വീണ്ടും താമസിപ്പിക്കുന്നത്? PV അൻവർക്ക് താല്പര്യമുള്ളൊരു സ്ഥലം എടുക്കാത്തതിൻ്റെ പേരിൽ പദ്ധതി തന്നെ ഇല്ലാതായി പോയി. അൻവർ പറഞ്ഞ എല്ലാവരും പുനരധിവസിപ്പിച്ചു, ഫേസ്ബുക്കിൽ തള്ളുന്ന അങ്ങനെയാ. അല്ല, ഇതെല്ലാം ഇവർ കള്ളം മാത്രമല്ലേ പറയുള്ളൂ, കള്ളം മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഒരു സംവിധാനമല്ലേ ഇത്. അപ്പോൾ ഈ പദ്ധതി ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ പദ്ധതി ഇപ്പം നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, സർക്കാർ സമ്മതിക്കാത്തതുകൊണ്ട്? അല്ല, ഇപ്പോൾ സർക്കാർ സമ്മതിക്കാനെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ സമ്മതിക്കാൻ സാധ്യത കാണുന്നില്ല. അതുകൊണ്ടാണല്ലോ ദേശാഭിമാനി ഇപ്പം CPM-ൻ്റെ മുഖപത്രം നമുക്കെതിരെ ഇങ്ങനെ ആക്രമണം നടത്താനായിട്ട് എന്ത് കാര്യമുള്ളത്? ഞങ്ങളിങ്ങനെ ഒരു വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് കൊടുക്കരുതെന്ന് നമ്മൾ പറഞ്ഞു, മുഖ്യമന്ത്രി കള്ളനാന്ന് പറഞ്ഞോ? ഞങ്ങളിതൊന്നും പറഞ്ഞില്ലല്ലോ. അറിയാമെങ്കിലും പറയുന്നില്ല. അതെ 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 അതാണ്. അപ്പോൾ ഇത് ഞങ്ങളിതൊന്നും പറയാഞ്ഞിട്ടും ഞങ്ങളെ ആക്രമിക്കുകയാണ്. ഇവരുടെ ചെറിയ ചെറിയ ഓൺലൈൻ ചാനലുകൾ വഴി ഞങ്ങളെ ആക്രമിക്കുന്നു. ഞങ്ങൾ എല്ലാം വലിയ കുഴപ്പക്കാരാണ്, നമ്മളൊന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ എന്ത് കുഴപ്പമാണ് കാണിച്ചത്? അപ്പം പ്രധാനമന്ത്രി വന്നിട്ട് പോയല്ലോ. അതെ, പ്രധാനമന്ത്രി എന്തോ സഹായിക്കാതെ. അപ്പം നിങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇത് ചെയ്തു തരാം, പ്രധാനമന്ത്രിയുടെ ഒരു ഫണ്ട് കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ ഓൾറെഡി 10 ലക്ഷം ഉണ്ട്, ഒരു 50 കോടി പ്രധാനമന്ത്രി കൂടെ അനുവദിച്ചാൽ 20 ലക്ഷമായി. പിന്നെ ബാക്കി നാട്ടുകാരോട് തന്ന ഗംഭീരം പരിപാടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് കേരള ഗവൺമെന്റിന് 1 രൂപ പോലും മുടക്കാതെ ഈ പദ്ധതി മുഴുവൻ നടക്കുവാടെ. നിങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് ഇപ്പൊ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാം, ചിലപ്പോൾ നടന്നു വരാം. എന്താണ് ഈ വീടിനോടനുബന്ധിച്ച് ഞങ്ങൾ ടൂറിസ്റ്റുകളെ താമസിക്കുന്നത്? അതെങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ താഴത്തെ നിലയിൽ ഇവർക്ക് താമസിക്കാൻ, ഈ വീട്ടിലുള്ളവർക്ക് താമസിക്കാനും മറ്റേ മുകൾ നില ടൂറിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന പോലെ 2 നിലയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം ഈ വയനാടിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നൊരു ഏരിയയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശം അവിടുത്തെ ഒരു വയനാട്ടിൻ്റെ മൂന്നാർ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം ആ ഒരു സാധ്യത നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ തന്നെ ഇപ്പം നമ്മൾ വീട് പണിത് കൊടുത്താൽ മാത്രം പോരല്ലോ, ഇവർക്ക് നിങ്ങൾ വീട് പണിത് വേറെ സ്ഥലത്തല്ലേ? അല്ല, തൊട്ടടുത്ത് തന്നെയല്ലേ. ഇതൊരു 10-18 കിലോമീറ്റർ ആണല്ലോ കൽപ്പറ്റ എന്നുള്ളത്. അപ്പോൾ കൽപ്പറ്റയ്ക്ക് അടുത്തേക്ക് വന്നാൽ ഒരു 10-16 കിലോമീറ്റർ മാറുന്നുള്ളൂ. അപ്പോൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ലല്ലോ. ഈ കൽപ്പറ്റ ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റാൻ കഴിയും. അപ്പം അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ആസിഡ് വിക്ടീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം. ആസിഡ് ആക്രമണത്തിന് വിധേയരായിട്ടുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലൊക്കെ അത്തരം ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഹോട്ടലുകളിൽ ഈ ഭക്ഷണം കഴിക്കാൻ മാത്രം പോകുന്ന ആളുകളുണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് അവരെ ഒന്ന് സഹായിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് ഇതിനെ, ഈ ടൂറിസത്തിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് ഇതിനകത്തേക്ക് നമുക്ക് ഇവിടെ ഒന്ന് കൊണ്ടുവരാം. 500 മുറികളുണ്ടാവും, 500 പുതിയ മുറികൾ വരികയാണ്. ആ മാസത്തിൽ ഒരു 10 ദിവസം കിട്ടിയാൽ പോലും ഒരു 15,000 രൂപ കിട്ടും. ഒരു 3,000 രൂപ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇട്ടാൽ പോലും. പിന്നെ ഫുഡിന് വേറെ കിട്ടുമല്ലോ. 10 ദിവസം 30,000 രൂപ കിട്ടും. 10 ദിവസം ആണേ പോലും, 20 ദിവസം ആണേ പോലും. ഞങ്ങളൊരു 15 ദിവസം മാത്രം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാം അല്ലേ? ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഇതിന് നേതൃത്വം HRDS കൊടുക്കാം. അതിൻ്റെ അവിടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ ആളുകളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ പദ്ധതി അനുസരിച്ച് ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാം, ഒരു ടൂറിസം കൊടുക്കാൻ വരുമാനം കിട്ടും, പ്ലസ് കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. സർക്കാർ മുടക്കുന്നതിന് ഭൂമി ഏറ്റെടുത്താൽ മതി. ഈ ഭൂമി ഏറ്റെടുക്കാനും സർക്കാരിന് മുടക്കം ആവശ്യമില്ല. കാരണം ഇതെല്ലാം ഈ അവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു കാര്യം, ഇപ്പോൾ രാജകുടുംബങ്ങളുടെ കയ്യിലിരുന്നതെല്ലാം ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് തോട്ടങ്ങളൊന്നും കൈമാറിയിട്ടില്ല. അതെല്ലാം ഇത്തരം ആളുകളുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ, അതൊരു ബ്രിട്ടീഷ് കൈമാറ്റം നടന്നേക്കുന്ന ഗവൺമെൻറ്റല്ല, ഇവർക്കാണ്. കണ്ണൻദേവൻ, അതും ഇങ്ങനൊരു കമ്പനിക്ക് കൊടുത്തേക്കുന്നത്. എന്ത് കാര്യത്തിന്? ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ 1500 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് 250 ഏക്കറേ ഉള്ളൂ. 1000 ഞങ്ങൾ അവകാശപ്പെടുന്നു, 1500 ആക്കരുത്. എന്നിട്ടോ ആ സ്ഥലം, ആ സ്ഥലത്തിന് യാതൊരു രേഖയും ഇല്ല, പേപ്പറില്ല, അത് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ABT അല്ലേ, അവരുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയതെന്നാണ് പറഞ്ഞത്.
അവരതുകൊണ്ടാണല്ലോ ബോബി പറഞ്ഞത് ആ. ഞാൻ വീട് വെക്കാൻ സ്ഥലം 2 ഏക്കർ കൊടുക്കുന്നു. ആ. 2 ഏക്കർ സ്ഥലം കൊടുത്താൽ ആ. കൊടുക്കുന്ന അങ്ങ് മണ്ടയിലായിരിക്കും. ആ. ആ. അപ്പോൾ ഈ 2 ഏക്കർ വീട് പണിയാൻ വേണ്ടിയിട്ട് അത്രയും പേർക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുമ്പോൾ ഇതിനെല്ലാം നിയമക്കുലുക്കൾ മാറി ഇയാൾക്ക് ബാക്കി ഹോട്ടലോ എന്തുവേണം പണിയാവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതാണല്ലോ ബുദ്ധി. റിപ്പോർട്ടർ ചാനലുകാർ അത് തന്നെയാണ് കളിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചിലവാകാത്ത ചരക്ക് അവർ ദുരിതത്തിന്റെ പേരിൽ ചിലവാക്കും. അവർക്ക് സ്ഥലം ഉണ്ടെന്ന് അവർ പറയുന്നത് എങ്ങനെയാണെന്ന് ഒരു മനസ്സിലാകുന്നില്ല കാര്യം. കാരണം ഇപ്പൊ അവര് ഈ കൊണ്ട് വരാൻ അങ്ങനെ പറയുന്നത്, പക്ഷെ വരുന്നില്ല. കള്ളത്തടി വീട്ട് കേസിലെ പ്രതികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, അത് ഇവർക്ക് സമ്മതമാണ്. ഈ ഇത്രയും ഗുരുതരമായ കുഴപ്പം കാണിച്ച ആളുകൾ ഇപ്പം അവരെക്കുറിച്ച് അവർ മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു ടെലികോം കമ്പനി ആലോചിച്ച് പറയുന്നതാണ്. നാളെ നിങ്ങളെ അവർ വലിച്ചു കയറി ഒട്ടിച്ച് നിങ്ങളെ അവർ ഭയങ്കര പ്രതികാരം വാങ്ങിച്ചുള്ള റിപ്പോർട്ടർമാർ നാളെ എന്നെ കുറിച്ച് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഞാനിതൊക്കെ രസിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ല സാർ, ഒരു കാര്യം, നമുക്ക് നാളെ മരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നമ്മളെ ആരെന്ത് ചെയ്യാനാണ്? കുഴപ്പമില്ല. ഇതൊന്നും മാത്രമല്ല, ഞാൻ കാരണം ചില തന്ത്രങ്ങൾ ഇറക്കുന്നുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചില തന്ത്രം ഇറക്കും. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ നമ്മൾ ഇടയ്ക്ക് വാർത്ത കൊടുക്കുമ്പോൾ, ഇപ്പം നമ്മൾ മനോരമയ്ക്കെതിരെ വാർത്ത കൊടുക്കുമെന്ന് വെച്ചു, അല്ലെങ്കിൽ ഏഷ്യാനെതിരെ വാർത്ത കൊടുക്കുക, അവർ കണ്ടതായിട്ട് നടിക്കത്തില്ല, നമുക്ക് ഗുണമൊന്നുമില്ല. നമ്മൾ റിപ്പോർട്ടർ ചാനലിന് വാർത്ത കൊടുക്കണം, ഇവർ നമ്മളെ വലിച്ചു കയറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടറിൻ്റെ ആ ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് നമ്മൾ കയറുക ചെയ്യുന്നത്, നമുക്ക് തന്നെ നഷ്ടം. അതുപോലെ ഈ ചില കാര്യങ്ങൾ CPMകാർക്ക് മാത്രം അറിയേണ്ട കാര്യം ചില എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവർ കാണുന്നില്ലോ എൻ്റെ പോസ്റ്റ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. പോസ്റ്റ് ഇട്ടിട്ട് ഞാനത് ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ തന്നെ അൻവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നീ ഡിലീറ്റ് ചെയ്തോടത്ത് പോകണ്ടടാ, ഞാനുണ്ടാകും, അവൻ തന്നെ ഇടും. അപ്പോൾ അവൻ്റെ അനുയായികളെല്ലാം കാണൂലേ. എത്രയോ തവണ ഞാൻ ഈ CPM അനുകളുടെ ഇടയിൽ എനിക്ക് പറയാനുള്ള കാര്യം അൻവറിനെ കൂടെ പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം തന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊരു പ്രസ്ഥാനം നടത്തുന്ന ആളാ, സൂക്ഷിക്കണം, അത്ര പറയണം. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം അത് ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന പ്രപ്പോസൽ സർക്കാർ വീട് വയ്ക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കുക, തരിക. അപ്പോൾ നിങ്ങൾ 10 സെറ്റിൽ വെച്ച് നിങ്ങൾ 10 ലക്ഷം രൂപ മുടക്കി 50 കോടി രൂപയ്ക്ക് 500 വീട് വെച്ച് കൊടുക്കും. ഞാൻ പറയുന്നു, വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായാൽ നമുക്കത് ബജറ്റ് 20-30 ആയിട്ട് കൂട്ടാം. ഇവർക്ക് ഈ 500 ഈ ലൈഫ് മിഷൻ പോലെ വീട് വെച്ച് കൊടുത്തൊരു കാര്യമില്ല. അങ്ങനെ നമുക്കിതാക്കാം. ഒപ്പം ഇതിൽ ഒരു വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ടൂറിസം വളരും. ഇവർക്ക് ടൂറിസം വരുമാനം കിട്ടും, ടൂറിസം കേരളത്തിന് വളരും. ഒപ്പം ഇവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമി ഉണ്ടാക്കുക. സർക്കാർ പിന്നെ ചിലവ് വരത്തില്ല. ദുരിതാശ്വാസ നിധി കിട്ടിയിരിക്കുന്ന ഫണ്ട് വേണം ഇവർക്ക് വീതിച്ചും കൊടുക്കാം. വട്ടച്ചെലവിന് നിങ്ങൾ പറഞ്ഞ മാതിരി കൃഷി ചെയ്യാനായ തുടക്കത്തിന് ചിലവ് വേണം. അപ്പോൾ ഓരോരുത്തർ 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നിന്റെ 5 ലക്ഷം രൂപ കിട്ടുമ്പോൾ സർക്കാർ കൊടുത്താൽ 500 പേർക്ക് 5 ലക്ഷം 25 കോടി രൂപയെ 25 കോടിയേ ഉള്ളൂ. സർക്കാർ ഇപ്പൊ തന്നെ 142 കോടി രൂപ എത്ര കിട്ടി പറഞ്ഞിരിക്കുന്നു? 170 കോടി ഇരിക്കുന്നു. ഇതിൽ ഈ 170 കൊടുക്കണ്ട, ബാക്കി പൊതു സ്ഥലത്തിനും ആശുപത്രിക്കൊക്കെ ചിലവായിക്കോട്ടെ. 5 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ 25 കോടിയേ ഉള്ളൂ. ഇനി ബാക്കി ഒരു 5 ലക്ഷം രൂപ വെച്ചാൽ ബാക്കി അവിടെയുള്ള ആളുകളുണ്ടല്ലോ, ഈ വീണ്ടും മാറ്റേണ്ട ആളുകളുണ്ട്. അങ്ങനെ, അതായത് വളരെ മനോഹരമായൊരു സങ്കല്പമാണ്, പക്ഷെ നടത്താൻ സർക്കാരിന് ആഗ്രഹിക്കും. ലോകത്തിനാകെ മാതൃകയാക്കാവുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു രാജ്യം നേരിടേണ്ടത്, അല്ലെങ്കിൽ ഒരു നാട് നേരിടേണ്ടതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാം തരം പദ്ധതിയാണ് ഇത്. ഒരു അല്പം ഭാവനയോടെ ഈ CPMമാർ ഇതിനൊന്ന് കണ്ടാൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അജി കൃഷ്ണനോട് എനിക്ക് ചോദിക്കാനുള്ള അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ചുകൂടെ ഈ കേരളത്തെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങൾ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കിയാൽ നിങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വർക്ക് കൊടുക്കുമോ? അതില്ല, കൊടുക്കത്തില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വർക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ സഖാക്കൾ പൈസ അടിച്ചു മാറ്റും? 2, ഈ പറയുന്ന ഇടനിലക്കാർക്കും ഏജന്റുമാർക്കും ഒക്കെ കമ്മീഷനുണ്ട്. സഖാക്കൾക്ക് അങ്ങ് ചുമട്ടുതൊഴിലാളികളൊക്കെ സഖാക്കൾക്ക് എല്ലാം കിട്ടുന്നത്. ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ ഒരു വലിയ പദ്ധതി, അതായത് ഒരു 500 കോടിയുടെ പദ്ധതി 2000 കോടി അവർ ചോദിച്ചിരിക്കുന്നു. ഈ 2000 കോടിയുടെ പദ്ധതി നടത്തിയാൽ മാത്രം ഒരു 200 കോടി അടിച്ചു മാറ്റാൻ പറ്റും. ഈ 200 കോടി അടിച്ചു മാറ്റാൻ പറ്റാത്തൊരു പദ്ധതിക്ക് പിണറായി വിജയൻ്റെ ആൾക്കാർ സഹായിക്കത്തില്ല. നിങ്ങളത് മനസ്സിലാക്കും. നിങ്ങൾ ഇപ്പോഴും ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കുറച്ചുകൂടി ഇത്രയും സാമൂഹിക പ്രവർത്തനം കുറച്ചുകൂടി ഈ നാടിനെ കുറിച്ച് ധാരണ വേണ്ടേ? എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകൾ, എല്ലാ ആശംസകളും പ്രാർത്ഥനകളും, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തെങ്കിലും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.